വായനയാണ് പ്രത്യേകിച്ച് വേദഭാഗമൊക്കെ ഓർക്കുന്നുണ്ടാവും. കർത്താവ് പറയുകയാണ്, നിങ്ങളെ ഒരാൾ വിരുന്നിന് വിളിച്ചാൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം. ആ ഭാഗത്ത് പ്രത്യേകിച്ച് താഴ്മ എന്താണ് എന്ന് പഠിപ്പിക്കുവാനാണ് കർത്താവ് പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിലാണ് വായിക്കുക. നമ്മൾ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. അതിന് പറയുന്നത്, നിങ്ങളെ ഒരാൾ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും പുറകിലത്തെ സീറ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഏറ്റവും പിന്നാക്കമുള്ള ഒരു സ്ഥാനം തിരഞ്ഞെടുക്കണം. ഹ്യൂമിലിറ്റി എന്നുള്ള ഒരു ഭാവം, അല്ലെങ്കിൽ എന്താണ് വിനയം, താഴ്മ എന്നൊക്കെ കർത്താവ് ഒരു ക്രിസ്ത്യാനിക്ക് യോഗ്യമായി ജീവിക്കേണ്ട നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചൊരു പരീക്ഷ പ്രമാണിയുടെ ഭവനത്തിൽ വരുമ്പോഴാണ് ആ പരീക്ഷ പ്രമാണിയുടെ ചില വിച്ഛേദങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ പ്രകൃതി, അദ്ദേഹത്തിൻ്റെ ഭാവം കണ്ടതിനോടുകൂടി ആവാം ഈ കാര്യം നമ്മോട് പറയുന്നത്. അപ്പോൾ എന്തായാലും ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നമുക്കിത് പഠിക്കേണ്ട ഒരു വലിയ ജീവിതഭാവമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ജീവിതത്തിൽ ഹ്യൂമിലിറ്റി ഇൻ ദ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നത് എന്താണ്? ഓർത്തഡോക്സ് സഭയുടെ പിതാക്കന്മാർ പ്രത്യേകിച്ച് പറയുന്നത്, ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് മദർ ഓഫ് ഓൾ വെർച്യൂസ് എന്നാണ്, എല്ലാ സൽഗുണങ്ങളുടെയും മാതാവ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിന് വിപരീതമായ പദം പ്രൈഡ്, അഹങ്കാരം എന്നുള്ളതാണെന്നാണ് പറയുന്നത്. പക്ഷേ അത്ര സ്യൂട്ടബിൾ അല്ല. എങ്കിലും അതിനെപ്പറ്റി പറയുന്നത് ദ പ്രൈഡ് ഈസ് ദ കോസ് ഓഫ് ഓൾ സിൻസ് എന്നാണ്. എന്നുവെച്ചാൽ അഹങ്കാരം എല്ലാ പാപങ്ങളുടെയും കാരണവുമാകുന്നു എന്ന് പിതാക്കന്മാരുടെ ട്രഡീഷണൽ റൈറ്റിങ്സ് എല്ലാം കിടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഹ്യൂമിലിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഹമ്പിളായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ 2 കാര്യങ്ങളാണ് ഹമ്പിൾനെസ്. ഒന്ന് വൈസ് ആൻഡ് ഹോണസ്റ്റ് എന്ന് വെച്ചാൽ ആ മനുഷ്യൻ ബുദ്ധിയുള്ളവരായിരിക്കും, അല്ല ദൈവികമായ വിവേകമുള്ള ആളും അതുപോലെ തന്നെ വളരെ സത്യസന്ധനുമായ ഒരാളായിരിക്കും ഈ ഹ്യൂമിലിറ്റി ഉള്ള ആൾ എന്നുള്ളതാണ് പൊതുവെ നമ്മൾ പറയപ്പെടുന്നത്. നമ്മൾ പ്രൊവർബിലൊക്കെ നമ്മൾ വായിക്കുമ്പോഴേ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രൈഡ് ഗോസ് ബിഫോർ ഡിസ്ട്രക്ഷൻ ആൻഡ് ഹൗട്ടി സ്പിരിറ്റ് ബിഫോർ ഓൾ ഫോൾ. അത് പറയുന്ന ഇതാണ്, അഹങ്കാരം നാശത്തിൻ്റെ മുൻപായിട്ട് നടക്കുന്ന കാര്യമാണ്. പ്രൊവർബ് നമ്മൾ 16, 18, 19 വായിക്കുമ്പോൾ നാശത്തിന് മുമ്പേ ഗർവം, അവിടെ ഗർവ് എന്നാണ്, പ്രൈഡ് എന്നുള്ളതിന് ഗർവെന്നും കാണിക്കുന്നത്. നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. ഗർവികളോടുകൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരോടുകൂടെ താഴ്മയുള്ളവനായിരിക്കുന്നതാണ് നല്ലത്. ഈ അഹങ്കാരികളോടുകൂടെ വലിയ സദ്യകളിലൊക്കെ പങ്കെടുക്കുന്നതിനേക്കാൾ നല്ലത് താഴ്മയുള്ളവരുടെ കൂടെ സമയം അല്പം ചിലവഴിക്കുന്നതാണെന്നാണ് പ്രൊവർബിൽ സദൃശ്യവാക്യങ്ങളിൽ ജ്ഞാനിയായ ശലോമോൻ ഓർപ്പിക്കും. അപ്പോൾ അതുപോലെ തന്നെ പ്രൊവർബിൻ്റെ 29-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, മനുഷ്യൻ്റെ ഗർവം അവനെ താഴ്ത്തിക്കളയും, മനോവിനയമുള്ളവനോ മാനം പ്രാപിക്കും. നമ്മൾ പറയാറുണ്ട്, വിനയം, മാനം, പതിഭക്തി എന്നിവയാണ് മൂടുപടം ഉദ്ദേശിക്കുന്നതെന്ന് വിവാഹ കൂദാശയിൽ പാടുന്നത്. ഏതൊക്കെ കാര്യമാണ്? വിനയം, മാനം, പതിഭക്തി, ഭർത്താവിനോടുള്ള ഭക്തി എന്നാണ് പറഞ്ഞത്. സാറായി അബ്രഹാമിനെ യജമാൻ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞത് ഭക്തിയോടുകൂടിയാണ്. വിനയം, മാനം, പതിഭക്തി, അതാണ് സ്ത്രീകൾക്ക് സഭയാണ് നൽകുന്നത്, മണവാളൻ സഭയാണ് നൽകുന്നത് ഈ മൂടുപടം. അതാണ് വിനയം, മാനം, മതിഭക്തി. അപ്പം മനുഷ്യൻ്റെ ഗർവം അവനെ താഴ്ത്തിക്കളയും, മനോവിനയമുള്ളവർക്ക്. അപ്പം
മൂടുപടം അണിയിക്കുന്ന പിന്നെ മണവാട്ടിയെ സംബന്ധിച്ചിടത്ത് മനോവിനയം ആണ്. വിനയം കാണിക്കണം സഭ. സഭ മണവാട്ടിയാണല്ലോ. അതുകൊണ്ട് സഭയ്ക്കും വിനയം ഉണ്ടാകണം സഭയ്ക്ക്. അങ്ങനെയൊക്കെ ഈ ഒരു യാഥാർത്ഥ്യത്തിലൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പിന്നെ ഈ യാഥാർത്ഥ്യങ്ങളോട് കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഇടവകയിലെയും സഭയിലെയും ഒന്നും പ്രശ്നങ്ങൾ തീരാത്തത്. സഭയ്ക്ക് എപ്പോഴും ഒരു വിനയപ്പെടലിൻ്റെ അനുഭവം ഉണ്ടാകണം എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഈ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് മീൻ ഡീഗ്രഡേഷൻ ഓർ റിമോട്ട്സ് എന്ന് പറഞ്ഞാൽ വിനയപ്പെടുന്നതോ അല്ലെങ്കിൽ വിനയം എന്ന് പറയുന്ന ഒരു അധപ്പതനമോ ഒരു പശ്ചാത്താപമൊന്നുമല്ല. ഒരാൾ അധപ്പതിച്ചു പോകുന്നതിനോ അല്ലെങ്കിൽ അതൊന്നുമല്ല വിനയം എന്ന് പറയുന്നത്. ഒരാളെ താഴ്ത്തി കെട്ടുന്നു, അതൊന്നുമല്ല വിനയം. അതുപോലെ തന്നെ നമ്മൾ ദൈവമുമ്പാകെ പശ്ചാത്തപിക്കുന്നു എന്നുള്ളതും വിനയമല്ല. എന്നാൽ നമ്മളെ പിതാക്കന്മാർ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വിനയം ഇല്ലായ്മ, അത് ഹ്യൂമിലിറ്റി നമ്മളെ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മിലുള്ള നീചമായ അവസ്ഥ, ആ അവസ്ഥയെ ബോധ്യപ്പെട്ട് നമുക്ക് നമ്മോട് തന്നെ ഒരു വെറുപ്പ് തോന്നും. ഞാൻ ദൈവം. അതാണ് ഈ നമ്മൾ ഈ പിന്നെ പ്രോഡിഗൽ സൺ, പിന്നെ രണ്ടാമത്തെ മകൻ, ഇളയ മകൻ്റെ ഒരു അവസ്ഥയാണ്. അവൻ്റെ അവസ്ഥയെ ഓർത്തിട്ട് നമ്മോട് തന്നെ ഒരു നീചമായ വെറുപ്പ് ഉളവാകുന്ന ഒരവസ്ഥ. നമ്മുടെ തന്നെ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് നമുക്ക് തന്നെ ഒരു വലിയ പ്രയാസം ഉണ്ടാകുകയും ദൈവം മുമ്പാകെ കവിണ്ണ് വീണ് കിടക്കുക, അല്ലെങ്കിൽ ദൈവത്തോട് മുമ്പാകെ ഏറ്റവും വിനയപ്പെടുന്ന, അല്ലെങ്കിൽ അതാണ് പിന്നെ ആ മുടിയനായ പുത്രൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകും. ആ ഒരു വലിയ തിരിച്ചറിവാണ്. അപ്പം നമ്മുടെ പരിതാപകരമായ അല്ലെങ്കിൽ പാപത്തിൻ്റെയൊക്കെ അനുഭവത്തിൽ നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമുക്ക് പറയാം എന്തെല്ലാം ചെയ്തിട്ടും നമുക്ക് ഒന്നും ഫലവത്തായിട്ട് തോന്നാത്ത, അല്ലെങ്കിൽ എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ടും ഇത്രയും പ്രാർത്ഥിച്ചിട്ടും നമുക്കൊരു പ്രത്യാശയില്ലാത്ത, അല്ലെങ്കിൽ ജീവിതത്തിനൊരു ചൈതന്യം തോന്നാത്ത, ഒരു വല്ലാത്ത മടുപ്പ് തോന്നുന്ന ഇതൊക്കെ അനുഭവങ്ങൾ വരുമ്പോൾ അതാണ് നമ്മൾ മറ്റു പലതിലും പ്രത്യാശ വെക്കുന്നു. ലോകത്തിലെ കാര്യങ്ങൾ, സമ്പത്തിൽ, മക്കളിൽ, ധനത്തിൽ, ഇതെല്ലാം പ്രത്യാശ വയ്ക്കുന്നു. അവിടെ വരുമ്പോഴാണ് ഈ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് ഒരാൾക്ക് അവനെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാധ്യതയ്ക്ക് വരുന്നതാണ് ഹ്യൂമിലിറ്റി. നമ്മളെപ്പോഴും ഓർക്കണം, ഈ നമ്മുടെ കൂടെ നിൽക്കുന്നവരിൽ അധികമായി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്. അത് ഭാര്യ ഭർത്താവിലും, ഭർത്താവ് ഭാര്യയിലും, മാതാപിതാക്കൾ മക്കളിലും, മക്കൾ മാതാപിതാക്കളൊന്നും അമിതമായി ഡിപ്പെൻഡ് ചെയ്യരുത്. അത് നമുക്ക് വലിയ പരാധീനത ഉണ്ടാകും. അമിതമായി ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം ദൈവം അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതിന് വേണ്ടത് സ്വയം അവബോധമാണ്. സ്വയം അവബോധം വരുമ്പോഴാണ് നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റവും വിനയപ്പെടാനായിട്ട് സാധിക്കും. അപ്പം നമുക്കറിയാം ദൈവം താഴ്മയിൽ പൂർണ്ണതയുള്ളവനാണ്. നമ്മളെപ്പോഴും ഓർക്കുന്ന കർത്താവ്, നമ്മൾ നേരത്തെ ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്, എബ്രായ ലേഖനം 5:7 അവൻ അനുസരണത്തിൽ പൂർണ്ണതയുള്ളതായി, താഴ്മയിൽ പൂർണ്ണതയുള്ളതായി. അത് ഫിലിപ്പ് ലേഖനം 2 ഞാൻ വായിക്കുന്നുണ്ട്. അവിടെയും പറയുന്നത് അവൻ താഴ്മയിൽ പൂർണ്ണത ഉള്ളവനായ, ദൈവം താഴ്മയിൽ പൂർണ്ണതയുള്ളവനാണ്. ആ താഴ്മ വെളിപ്പെട്ടത് ക്രിസ്തുവിലൂടെയാണ്. അതുപോലെ തന്നെ നമ്മൾ മാതാവിനെ പറ്റിയും പറയുന്നത്, ആരും ഉയർത്തപ്പെട്ടില്ലതുപോൽ മറിയാമ്മയെപ്പോലെ ആരും താഴ്മപ്പെട്ടില്ല എന്ന് നമ്മൾ പാടുന്നു. അപ്പോൾ ഈ താഴ്മ വെളിപ്പെടുന്നത് ദൈവമനുഷ്യരിലൂടെയാണ്. അവൾ പറയാണ് ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ടു നോ വൺ സെൽഫ് ആൻഡ് അതേഴ്സ് ആസ് നോൺ ബൈ ഗോഡ്. നമ്മളെയും നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളെ ദൈവം എങ്ങനെ അറിയുന്നു അതുപോലെ അവരെയും അറിയണം. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മളെ അറിയണം, അതുപോലെ നമ്മുടെ അടുത്ത് നിൽക്കുന്നവരെ ദൈവം എങ്ങനെയാണ് അവർ അറിയുന്നത് അതുപോലെ അവരെ അറിയണം. ടു നോ വൺ സെൽഫ്, നമ്മൾ തന്നെ അറിയണം, ആൻഡ് അതേഴ്സ് ആസ് നോൺ ബൈ ഗോഡ്, ദൈവം അവരെ എങ്ങനെയാണ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കാനായി സാധിക്കും. നിങ്ങൾ ദൈവം മുമ്പിൽ ആരും അല്ല എന്ന് നമുക്ക് കൈ ചൂണ്ടി ഒരാളുടെ മുമ്പിൽ പറയാൻ കഴിയുന്നതാണ് ഒരു ആത്മീയ വർധനയ്ക്കുള്ള കാര്യം. നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, അല്ലെങ്കിൽ ദൈവസന്നിധി ഇത് ശരിയല്ല
ഇങ്ങനെ പോയാൽ ദൈവസന്നിധിയിൽ ശരിയാകുകയല്ല. അതുകൊണ്ടാണ് പൗലോസിലെ പറയുന്നുണ്ട്, അവിശ്വാസിയായ ഒരു ഭർത്താവ് ഭാര്യ മൂലം രക്ഷിക്കപ്പെടുമെന്നാണ്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, അവിശ്വാസിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവ് മൂലം രക്ഷിക്കപ്പെടും. ഇത് രണ്ടുമുണ്ട്. അതാണ് ഈ അതാണ് ഇന്നു മുതൽ നിങ്ങൾ ഒന്നാകുന്നു എന്ന് പറയുന്നതിൻ്റെ മറ്റൊരർത്ഥം അതാണ്. ഇന്നു മുതൽ നിങ്ങൾ ഒന്നാകുന്നു, ഒരു ശരീരമാകുന്നു എന്ന് ഒരു ആത്മാവാകുന്നു എന്ന് പറയുന്നതിൻ്റെ മറ്റൊരർത്ഥം അതാണ്. ഒരു മ്യൂച്വൽ വർക്കിംഗ് ഫോർ മ്യൂച്വൽ സാൽവേഷൻ, അന്യോന്യം രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, അന്യോന്യം രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അത് നമ്മൾ മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഐസക്ക് വിശുദ്ധനായ ഐസക്ക് പറയുന്നൊരു കാര്യമുണ്ട്, ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്, ഹ്യൂമിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് റേസിംഗ് ദ ഡെഡ് എന്ന് പറഞ്ഞാൽ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന അത്ഭുതം കാണിക്കുന്നതിനേക്കാൾ വലുതാണ് ഒരുവനിലൂടെ താഴ്മ വിനയം വെളിപ്പെടുക എന്നുള്ളത്. ഹ്യൂമിലിറ്റിയാണ് ഒരു വലിയ അത്ഭുതം പ്രവർത്തിക്കുന്നതിനേക്കാൾ. നമുക്കൊക്കെ മരിച്ചവർ ഉയർക്കണം, പ്രാർത്ഥിച്ച ഉടനെ സൗഖ്യം കിട്ടണം എന്നൊക്കെ നമ്മൾ പറയുന്ന അങ്ങനെയുള്ള ആഗ്രഹങ്ങളെക്കാൾ, അങ്ങനെയുള്ള ആ വലിയ കാര്യങ്ങളെക്കാൾ വലുതാണ് ഒരുവനിലൂടെ ദൈവത്തിൻ്റെ വിനയം വെളിപ്പെടുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കുണ്ടെങ്കിൽ അവിടെ പറയുന്നത് തന്നെ, താഴ്മയുള്ളവർ ദൈവത്തിൻ്റെ ഏറ്റവും ചെറിയ സൃഷ്ടിയുടെ സേവനത്തിന് വേണ്ടി അവരുടെ എല്ലാ അഹങ്കാരവും മാറ്റിവെക്കും. ദ ഹംബിൾ ലേ അസൈഡ് ഓൾ കൺസീറ്റ് ഇൻ ദ സർവീസ് ഓഫ് ദ ലീസ്റ്റ് ഓഫ് ദ ഗോഡ് ക്രിയേഷൻസ്. ദൈവത്തിൻ്റെ കർത്താവ് പറയാനുള്ള ഈ ചെറിയ ഒരുവനിൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെ എനിക്ക് ചെയ്യും, ചെറിയ ഒരുവനിൽ. അതാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ കുറവായിട്ട് സൃഷ്ടിക്കപ്പെട്ട പലരും ഉണ്ടാവും, കുറവുള്ളവർ. കർത്താവിന് പറയുന്നതാണ് ഈ ചെറിയ ഒരുവനിൽ, അവർക്ക് വേണ്ടി നമ്മുടെ അഹങ്കാരം മാറ്റിവെച്ച്, നമ്മുടെ ഡിഗ്നിറ്റി മാറ്റിവെച്ച്, നമ്മുടെ ബഹുമാനം മാറ്റിവെച്ച് ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പറയുന്ന പേരാണ് ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ ഹംബിൾനെസ് എന്ന് പറയും. അത് നമുക്കറിയാം. നമ്മളൊക്കെ വലിയ സ്റ്റേജൊക്കെ കെട്ടി നമ്മൾ ഈ കാലുകളിൽ ശുശ്രൂഷ നടത്തുമ്പോഴേ അതിന് നേരെ വിപരീതമായിട്ട് നമ്മൾ കണ്ടൊരു കാര്യമാണ് ഇപ്പോഴത്തെ പോപ്പ് ഫ്രാൻസിസ് ജയിലിൽ പോയിട്ട് ഈ ജയിലിൽ കിടക്കുന്ന മനുഷ്യരുടെ കാല് കഴുകുന്ന രംഗങ്ങൾ നിങ്ങൾ കണ്ടു കാണും കുറച്ച് കാലം മുമ്പ്. അപ്പം അവിടെയാണ് പറഞ്ഞത്, ആ ഡിഗ്നിറ്റി എല്ലാം മാറ്റി വെച്ചിട്ട്, അദ്ദേഹം ഓർക്കണം, കത്തോലിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സഭയാണ് കത്തോലിക്ക. ഇത്രയും കോടാനുകോടി ജനങ്ങളുള്ള ഒരു സഭയുടെ ഹെഡ് ഓഫ് ദ ചർച്ചാണ് അദ്ദേഹം പോയിട്ട് ഈ ഏറ്റവും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാപികളെന്ന സമൂഹം മുദ്ര കുത്തിയിടവരുടെ പോയി കാല് കഴുകുന്നു. അതൊരു വലിയ മനുഷ്യ ഹൃദയങ്ങളിൽ വലിയ മാറ്റം വരുത്തുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഈ ഡിഗ്നിറ്റി, നമ്മുടെ ഈ ഡിഗ്നിറ്റി ആൻഡ് ഹോണർ നമ്മൾ വലിയ കൺസിഡർ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം ഞാൻ പള്ളിയിലെ വികാരിയാണ്, അപ്പോൾ ഞാനവിടെ ചൂലെടുത്തിട്ട് പള്ളിക്ക് ഒരു തൂക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഒരാൾ അവിടെ ഒന്ന് ഛർദ്ദിച്ച് വെച്ചു, അച്ഛൻ പോയി അത് കോരിക്കളയാൻ പറ്റുമോ, അത് അവിടുത്തെ സെർവൻറ്റിനോട് പറഞ്ഞാൽ പോരായോ. അപ്പം ഇതാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ ഡിഗ്നിറ്റി ബഹുമാനമൊക്കെ നമ്മുടെ ഇതാണ്. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ബൈഫർക്കേറ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾ ഇത് വീട്ടിൽ ഇത് ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക. ഈ ഭവനങ്ങളിലൊക്കെയാണ് സത്യത്തിൽ ഈ ഹ്യൂമിലിറ്റി പഠിക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കേണ്ടത് ഭവനത്തിലാണ്. അപ്പം നമ്മളെത്ര നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ നമ്മുടെ ബാത്റൂം കഴുകാൻ പഠിപ്പിക്കണം. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് കഴുകാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്ര പേരെ പഠിപ്പിക്കുന്നു? അതൊക്കെ ഒരു ഹ്യൂമിലിറ്റിയുടെ ഭാവമാണ്. സെമിനാറിൽ ഞങ്ങൾ ചെല്ലുമ്പം ഞങ്ങൾക്ക് ഉള്ളൊരു ട്രെയിനിങ്ങാണ്. എല്ലാ ശനിയാഴ്ചയും ഈ ഫസ്റ്റ് ഇയേഴ്സാണ് ബാത്റൂമുകൾ കഴുകുന്നത്. അതിന് മുമ്പ് എല്ലാ വർഷവും അങ്ങനെയാണ്. ഫസ്റ്റ് ഇയേഴ്സിന് എല്ലാ ശനിയാഴ്ച എല്ലാ ബാത്റൂമും അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അവർ ഈ സീനിയേഴ്സ് ഗൈഡ് ചെയ്യും. അത് ഹ്യൂമിലിറ്റിയുടെ ഭാവമാണ്. അതൊരു താഴ്മയുടെ ഭാവം പഠിക്കാൻ വേണ്ടിയാണ്. അതിനോടൊക്കെ വളരെ വിമുഖതയോടെ ആദ്യകാലം നിൽക്കുന്ന അവരൊക്കെ പിന്നെ ഒത്തിരി മാറ്റപ്പെട്ട നല്ല അച്ഛന്മാരായിട്ട് വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പറയുകയാണ്, ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്, ഹ്യൂമിലിറ്റി ഈസ് ടു നോ വൺ സെൽഫ് വിത്തൗട്ട് ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് ഡസ്റ്റ് ആൻഡ് ഡെഡ്. എന്ന് വെച്ചാൽ ദൈവകൃപ ഇല്ലാതെ ഒരുവൻ
താൻ പൊടിയും പാപിയും മരിച്ചവനുമാകുന്നു എന്ന് അറിയുന്ന വകതിരിവിന് പറയുന്ന പേരാണ് ഹ്യൂമിലിറ്റി. ഞാൻ പാപിയാണ്, ഞാൻ മണ്ണാണ്, ഞാൻ വെറും ഈ പൂഴിയാണ്, ഞാൻ മരിച്ചവനാണ്, ഞാൻ പാപത്തിൽ കിടക്കുന്നവനാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ പാപികളിൽ ഏറ്റവും വലിയവൻ, ഐ ആം ഗ്രേറ്റസ്റ്റ് എമംഗ് ദ സിന്നേഴ്സ് എന്നാണ് പൗലോസ് പറയുന്നത്. പാപികളിൽ പ്രധാനി ആയിരിക്കുന്നു ഞാൻ എന്നാണ് പൗലോസ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് വിത്തൗട്ട് ഗ്രേസ്, അതാണ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൃപയിൽ ബലപ്പെടുന്നു. അതെ, ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ബലപ്പെടുന്നു. അപ്പം ഈ ദൈവകൃപയിലല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല എന്ന് ബോധം വരുന്ന ഒരവസ്ഥയാണ് ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. അവിടെയാണ് ഹ്യൂമിലിറ്റി വെളിപ്പെടുന്നത്. നമുക്കറിയാം, നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 30 വരെ വായിക്കുമ്പോഴേ 6-ാം അധ്യായം 25 മുതൽ വായിക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവർ അല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നതു എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂല് നൂൽക്കുന്നില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം എങ്ങനെ ചമച്ചിരിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. അപ്പം നമ്മൾ ഓർക്കേണ്ടത്, ഈ കർത്താവ് പോലും നമ്മൾ പറയുകയാണ്, ഇതൊക്കെ കണ്ടു വേണം നമ്മൾ വിനയപ്പെടാൻ. നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങൾ, അവയുടെ മഹത്വം, വയലിലെ താമര, മുകളിൽ കൂടെ പോകുന്ന ചെറിയ സ്പാരോ, ഇതൊക്കെ കാണുമ്പം നമ്മുടെ ജീവൻ്റെ മഹത്വം അറിയുമ്പോഴാണ് നമ്മൾ ദൈവമുമ്പാകെ വിനയപ്പെടുന്നത്. നമ്മുടെ ജീവൻ്റെ മഹത്വം അറിയുന്നതാണ്. ട്രിവാൻഡ്രത്ത് ഞാനൊരു ഡോക്ടറെ പറ്റി കേട്ടിട്ടുണ്ട്. അദ്ദേഹം എല്ലാ ശനിയാഴ്ചയും കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് മെഡിക്കൽ കോളേജിലെ ജനറൽ വാർഡിൽ തൻ്റെ മക്കളെയും കൂട്ടി പോകുമായിരുന്നു. എല്ലാ ശനിയാഴ്ചയും മിക്കവാറും അദ്ദേഹം ഫ്രീ ആകുന്ന സമയങ്ങളിൽ ഈ ജനറൽ വാർഡിൽ കിടക്കുന്ന മനുഷ്യർക്ക് കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് തൻ്റെ മക്കളെയും കൂട്ടി പോകുമായിരുന്നു. നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു വലിയ ക്രമമാണ്. അത് ശ്രമകരമാണ്, അത്ര ഈസിയൊന്നുമല്ല. എന്നെങ്കിൽ മാത്രമേ നമുക്ക് അല്പം കൂടെയൊക്കെ വിനയപ്പെടാനും അല്പം കൂടെയൊക്കെ ദൈവസാമ്യമുള്ളവരായി തീരുവാനുമായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവായ യേശുക്രിസ്തു എത്രമാത്രം വിനയപ്പെട്ടു. 20-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 25-28 നമ്മൾ വായിക്കുമ്പോൾ 25-28 വായിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരമാണ്: യേശു അവരെ അടുക്ക വിളിച്ചു, ജാതികളുടെ അധിപന്മാർ അവർ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്വക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ ആകരുത്. നിങ്ങളിൽ മഹാനാകാൻ ഇച്ഛിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ. ഏറ്റവും മനോഹരമായ കർത്താവിൻ്റെ പഠിപ്പിക്കലിൽ കർത്താവ് ഇത് പഠിപ്പിക്കുക മാത്രമല്ല, ഇത് അവസാനം തൻ്റെ വിടവാങ്ങൽ സമയത്ത് താൻ മുട്ടുകുത്തിയിരുന്ന് അരകെട്ടി കാലുകൾ കഴുകി ഇതിൻ്റെ പ്രാഗ്മാറ്റിക് രീതിയിൽ എന്ന് വെച്ചാൽ അതിൻ്റെ പ്രായോഗികമായ രീതിയിൽ അതിനെ നമുക്ക് ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 13-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 14-15 കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും
തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ദിസ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ എന്തുമാത്രം ബഹുദൂരമാണ് യാത്ര ചെയ്യുന്നത്. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഇതിൽ നിന്ന് നമ്മളെ എത്ര ബഹുദൂരമാണ്. എന്നിട്ട് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു. നമ്മളെന്ത് ബഹുദൂരമാണ്. ഇതിനുവേണ്ടി നമ്മൾ അതികഠിനമായി പ്രാർത്ഥിക്കണം. ഈ വചനത്തിൻ്റെയൊക്കെ ആത്മാവ് നമ്മളെയും നമ്മുടെ ഇടവകളെയും സഭകളെയൊക്കെ സ്വാധീനിക്കാൻ നമ്മൾ അതികഠിനമായി പ്രാർത്ഥിക്കണം. കാരണം ഇത് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താലും പരിശുദ്ധാത്മാവിൻ്റെ അതുല്യമായ ഇമ്മെഷറബിൾ ആയിട്ടുള്ള ആ ശക്തി കൊണ്ടും മാത്രമേ സാധിക്കുകയുള്ളൂ. ദിസ് ഈസ് ദ എക്സാമ്പിൾ ഐ ആം ഗിവിങ് ടു യു. ഞാൻ നിങ്ങൾക്ക് തരുന്ന ദൃഷ്ടാന്തം ഇതാണ്. ഞാൻ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കണം. ഈ 12 പേരുടെയും കാല് കഴുകുമ്പം ഈ കർത്താവ് യൂദാസ്കരിയാത്തയുടെ അടുക്ക വരുമ്പം കർത്താവിൻ്റെ ഹൃദയത്തിൽ എന്തുമാത്രം ദുഃഖമുണ്ടായിരിക്കും. ആ മനുഷ്യൻ കർത്താവിൻ്റെ കണ്ണ് നിറഞ്ഞ് അവൻ്റെ കാലേ ചിലപ്പോൾ കണ്ണുനീര് പോലും വീണ് കാണും. ഇവൻ എനിക്കിട്ട് എന്നെ കാണിച്ചു കൊടുക്കാം, ഇവൻ നശിച്ചു പോവാണല്ലോ എന്ന് കണ്ടുകൊണ്ട് ഈ കാല് കഴുകുമ്പം ഒരുപക്ഷെ ആ കർത്താവിൻ്റെ കണ്ണ് നിറഞ്ഞതോ ഹൃദയത്തിൻ്റെ മിടിപ്പോ ഈ യൂദ കണ്ടിരുന്നെങ്കിൽ അവൻ പിന്മാറിയേനമായിരുന്നു. പക്ഷേ അത് വിവേകബുദ്ധിയോടെ കണ്ടെത്തുവാനായി സാധിച്ചില്ല. അപ്പം അതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് കർത്താവ് കാണിച്ചു തരുന്ന ആ ഒരു ഹ്യൂമിലിറ്റിയുടെ ഭാവം വളരെ വളരെ പ്രധാനം. അതുകൊണ്ട് കർത്താവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന എല്ലാവരും ഈ ഒരു ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു താഴ്മ എന്ന ഭാവം ധരിക്കണമെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മളെ പൗലോസ്ലീഹ നമുക്ക് മനോഹരമായ ഒരു ഭാഗം തരുന്ന ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 11 വരെയുള്ള വാക്കുകൾ. മുഴുവൻ വായിക്കുന്നില്ല, അത് നിങ്ങൾ പിന്നെ എപ്പോഴേലും വായിച്ചാൽ മതി. ശാഠ്യത്താലോ ദുരഭിനത്തോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനാകുന്ന എണ്ണണം. ഇതൊക്കെ പറഞ്ഞിട്ട് യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമുക്ക് അവസാനത്തെ ഭാഗം ഒന്ന് വായിക്കാം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. എന്തുകൊണ്ട് ഉയർത്തി? കർത്താവ് ഏറ്റവും എട്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി താഴ്ത്തി. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ക്ഷമയുടെ നെല്ലിപ്പല എന്നൊക്കെ പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ എത്രമാത്രം തനിക്ക് ദൈവത്വം മുറിവ് പിടിക്കാതെ മനുഷ്യനായി വന്ന് എത്രമാത്രം നമുക്കൊക്കെ നീചാവസ്ഥ എന്ന് പറയാം. നീചാവസ്ഥയല്ല, അതാണ് ഏറ്റവും മഹത്വത്തിലേക്ക് കടക്കാനുള്ള ഈ ലോകത്തിലെ ഒരേ ഒരു മാനുഷിക പ്രതികരണമാണ്. ഇതാണ് പറഞ്ഞത്, അനുസരണമുള്ളവനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സർവ്വലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും. ആരുടെയൊക്കെയാ? സ്വർഗത്തിലിരിക്കുന്നവരുടെ, സ്വർഗീയവാസികളുടെ, ഭൂലോകത്തിലിരിക്കുന്നവർ, അധോലോകത്തിലിരിക്കുന്നവർ. മനസ്സിലായി? ഇതെല്ലാം ഈ 3 ഡിസ്റ്റിങ്ക്റ്റ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇവരുടെ എല്ലാം മുഴങ്കാലൊക്കെ മടങ്ങുകയും എല്ലാ നാമവും യേശുക്രിസ്തു കർത്താവ്, ഹീ ഈസ് ദ മസയ, ഹീ ഈസ് ദ റിഡീമർ, ഹീ ഈസ് ദ സേവിയർ, യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയും. യേശുക്രിസ്തു കർത്താവെന്ന് പറയുമ്പോൾ തന്നെ പിതാവിൻ്റെ മഹത്വം വർദ്ധിക്കുന്നു. അപ്പോൾ ഇതാണ് സഹോദരങ്ങളെ പൗലോസ്ലീഹ പറയുന്ന ഈ കർത്താവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന എല്ലാവരും ഈ ഡിവൈൻ നേച്ചർ ഓഫ് ഹ്യൂമിലിറ്റി വാട്ട് ക്രൈസ്റ്റ് ടോട്ട് അസ് അല്ലെങ്കിൽ ഷോൺ അസ്, നമുക്ക് കാണിച്ചു തന്ന ആ ദിവ്യമായ ആ ഒരു താഴ്മയുടെ അനുഭവം, കുറവുള്ളവരോട് ചേർന്ന് നിൽക്കുന്നത് അങ്ങേയറ്റം ദൈവികമായ പ്രാധാന്യമുള്ളതാണ്. നമ്മളെപ്പോഴും ഓർക്കണം, അത് ദൈവത്തെ അനുകരിക്കലാണ്. നമ്മുടെ സഭയിൽ തന്നെ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള പറയുന്ന ഒരു സന്യാസ സംഭവമുണ്ട്.
സി പിന്നെ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, IOC എന്ന് പറയുന്ന OIC, ഓർഡർ ഓഫ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയും. ഓർഡർ ഓഫ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള സന്യാസമൂഹമുണ്ട്. അത് ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി തീരണം. പക്ഷേ ഈ ഒക്കെ യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മൾ വളരെയധികം അകന്നു പോകുന്നു എന്നുള്ളത് മനഃപൂർവ്വം നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ അതിനുവേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. 1 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം പറയുകയാണ്, യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്നാണ് പൗലോസ് പറയാണ്. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അതാണ് ഈ താഴ്മയുടെ ഒരു ഡിക്ലറേഷനാണ്. പാപികളിൽ യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഒന്നാമൻ ഞാൻ. എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിരിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയോടും ഒന്നാമനായി എന്നിൽ ലഭിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. പൗലോസ് അതുകൊണ്ടാണ് എനിക്ക് അദൃശ്യമായ ശക്തിയും കരുണയും ലഭിച്ചത്. പ്രത്യേകിച്ച് ഒരു 4-5 കാര്യങ്ങളോട് പെട്ടെന്ന് പറഞ്ഞ് നിർത്താം. നമുക്ക് 11 മണിക്ക് നിർത്താം. എന്താണ് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ക്രൈസ്റ്റ് ഹ്യൂമിലിറ്റി ഇൻ അവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഈ ഹ്യൂമിലിറ്റിക്ക്, ഈ താഴ്മയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട്, അത് എത്ര സിഗ്നിഫിക്കൻ്റ് ആണ്. ഒരു 6 കാര്യങ്ങളാണ് പെട്ടെന്ന് പറയാം. ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ വായിച്ച കാര്യം, ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ അനുകരിക്കുക, ക്രിസ്തുവിനെ അനുകരിക്കുക, ഇമിറ്റേറ്റ് ചെയ്യുക, ക്രിസ്തുവിനെ പോലെ. അതാണ് നമ്മൾ വായിച്ച വേദഭാഗം. ഫിലിപ്പ ലേഖനം 2-ാം അധ്യായത്തിന് 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ഒന്നാമതായി ഇരിക്കണം ഇമിറ്റ്, കർത്താവിനെ നമ്മൾ അതുപോലെ. അതാണ് കർത്താവ് അവസാനം ഓരോ പ്രവൃത്തികളും കാണിച്ചത്. രണ്ടാമത് വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഒരു സ്പിരിച്വൽ ഗ്രോത്തിനെ പറ്റിയാണ് പറയുന്നത്. ഈ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് ആവശ്യമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഞാൻ ഈ വളരെ വിഷമിച്ച് വന്ന് നമ്മുടെ മുമ്പേ കരയും പറയുന്നതോട് ഞാൻ പ്രത്യേകിച്ച് പറയണം, മക്കളെ, നിങ്ങൾ ആരുടെയും മുമ്പിൽ പോയി കരയരുത്. ദൈവത്തിന് മുമ്പിൽ മാത്രമേ കരയാവൂ. കർത്താവിൻ്റെ മുമ്പിൽ മാത്രമേ കരയാവൂ. മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ വളരെ കോൺഫിഡൻ്റായിട്ട് നിൽക്കണം. അതാണ് ക്രിസ്ത്യാനികളുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞത്. കർത്താവിൻ്റെ മുമ്പിൽ സന്നിധിയിൽ താഴണം, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. യാതൊരു സംശയവുമില്ല. മുട്ടുകുത്തി നമ്മൾ പ്രാർത്ഥിക്കണോ പിതാക്കന്മാർ പറഞ്ഞാൽ അതുകൊണ്ടാണ്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതാണ്. നമ്മുടെ കുറവുകൾ അറിയുകയും നമ്മുടെ കുറവുകൾ ദൈവകൃപയിൽ മാത്രമേ ആ കുറവുകൾക്ക് മറുപടി ഉള്ളൂ എന്ന് ബോധ്യപ്പെടുകയും ചെയ്യാം. അതാണ് നമ്മുടെ കുറവുകൾ അറിയണം. ആ കുറവുകൾക്ക് റെമഡി എന്ന് പറയുന്നത് എന്താ പറഞ്ഞ വില കൊടുക്കാത്ത ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സൗജന്യമായ കൃപ. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 6-ാം വാക്യം വായിക്കുന്നതാണ്, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. താഴ്മയുള്ളവർക്കോ കൃപ ലഭിക്കുന്നു, സമൃദ്ധമായ കൃപ നമുക്ക് ലഭിക്കും. 3-ാമത്തെ കാര്യം, സർവീസ് ടു ദി അതേഴ്സ്. അതാണ് നമ്മൾ വായിച്ച യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 14-ഉം 15 നമ്മൾ വായിച്ചു. നിങ്ങൾ ഞാൻ ചെയ്തതുപോലെ മറ്റുള്ളവർക്കും ചെയ്യണം. അതുതന്നെയാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 45-ൽ നമ്മൾ വായിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 45. 45 വിശുദ്ധ മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 45 ഞാൻ വായിക്കും. അത് നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണല്ലോ. എന്താണ് വായിക്കുന്നത്? മനുഷ്യപുത്രൻ ശുശ്രൂഷിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. അതാണ് സർവീസ് ടു ദി അതേഴ്സ്. ജീവൻ മറുവിലയായിട്ട് കൊടുക്കുക. സൗജന്യമായ കൃപയിൽ
കൃപയുടെ ആധിക്യമാണ് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ഓവർകമ്മിങ് ദ പ്രൈഡ്. നമ്മുടെ അഹങ്കാരത്തെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ നമ്മൾ പ്രൊവർബ് സദൃശ്യവാക്യങ്ങൾ 11 സദൃശ്യവാക്യങ്ങൾ 11 അതിൻ്റെ 2 വാക്യം, സദൃശ്യവാക്യങ്ങൾ 11:2 എന്താ പറയുന്നത്? അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു, താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട് എന്നാണ്. അഹങ്കാരികൾ, നമ്മൾ ആരെങ്കിലും അഹങ്കാരിയായ ഒരു മനുഷ്യരോട് പോയിട്ടൊരു ആലോചന ചോദിക്കുമോ? നമുക്ക് ചോദിക്കാൻ മനസ്സ് തോന്നത്തില്ല. പക്ഷെ താഴ്മയുള്ളവരോട് പോയി, താഴ്മയുള്ളവരിൽ എപ്പോഴും ജ്ഞാനത്തിൻ്റെ ഉറവിടമുണ്ടെന്നുള്ളതാണ്. ജ്ഞാനത്തിൻ്റെ ഉറവിടമുണ്ട്. അത് തന്നെയാണ് ഫിലിപ്പ് ലേഖനത്തിന് 2 അധ്യായം 3 വാക്യം അത് തന്നെയാണ് വായിക്കുന്നത്. അടുത്തത് വായിക്കുന്നത് വിറ്റ്നസ് ടു ദ വേൾഡ്. ഈ താഴ്മയുള്ളവർക്ക്